ഇന്ന് എൻ്റെ കെട്ടിയവൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഒരു സേമിയ പായസം വെക്കാൻ കരുതി സേമിയ എടുത്ത് വെച്ചതാ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ബർത്ത്ഡേക്കാരനല്ലേ നമ്മൾ അങ്ങോട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നത്. പക്ഷേ ചേട്ടൻ്റെ ബർത്ത്ഡേക്ക് ചേട്ടൻ നമുക്കാണ് കേട്ടോ ഗിഫ്റ്റ് തന്നിട്ടുള്ളത്. ഒരു സർപ്രൈസ് ഗിഫ്റ്റും ഉണ്ട്, അതും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം പായസത്തിനുള്ള സേമിയ ഒടിച്ചെടുക്കാം. സേമിയ ഒടിക്കാൻ മോളൂട്ടിയും കൂടെ കൂട്ടാന്ന് വെച്ചാൽ അവൾ മുക്കാലും കളിക്കാൻ കൊണ്ടുപോകും. അതുകൊണ്ട് അവളെ കൂട്ടണ്ട, തന്നെ ഒടിച്ചെടുക്കാന്ന് കരുതി അവളെ കൂട്ടിയാൽ മിക്കവാറും പായസം ഇപ്പോൾ നടക്കൂല. പായസം വയ്ക്കാനായിട്ട് പാത്രത്തിൽ നെയ്യ് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒടിച്ചു വെച്ച സേമിയ ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. സേമിയ ഒന്ന് റോസ്റ്റായി വരുമ്പോൾ അതിലേക്ക് 1 ലിറ്റർ പാലിൽ വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. ഈ ആവി പറഞ്ഞതേ ഞാൻ തിളപ്പിച്ച പാലാണ് കേട്ടോ സേമിയയിലോട്ട് വീത്തിയത്. അതാണ് പാലിനിപ്പം സേമിയയിൽ ഒഴിക്കുമ്പോൾ പിരിഞ്ഞു പോകണ്ടെന്ന് കരുതിയാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. പിന്നെ സേമിയ പായസം വയ്ക്കാൻ നമ്മൾ പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. എന്നാലും എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഈ വീഡിയോ ഇവിടെ കിടക്കട്ടെ. ഇതാ സേമിയ തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ബാക്കിയുള്ള 1 ലിറ്റർ പാലും കൂടെ ഞാൻ വീത്താൻ പോവേണേ. അതും കൂടെ വീത്തിയതിന് ശേഷമാണ് നമ്മൾ മധുരം ഇട്ട് കൊടുക്കാൻ പോണത്. പാലും കൂടെ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് മിൽക്ക് മെയ്ഡാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തേട്ടാ, എങ്കിലേ കറക്റ്റ് മധുരം ആവുള്ളൂ. മധുരം ചേർത്തതിന് ശേഷം ഏലക്ക ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുവാണേ.
പായസം മധുരമൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് വറുത്തിട്ട് കൊടുക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം കുറച്ച് കപ്പലണ്ടി ഇട്ടാണ് വറുത്തെടുക്കണത്. മോളൂട്ടിയാണെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്ത് പായസത്തിട്ടാൽ അവൾക്ക് കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അതേസമയം കപ്പലണ്ടി വറുത്തിട്ട് കഴിഞ്ഞാൽ അവൾ അതിൽ നിന്ന് കോരി കഴിച്ചോളും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കപ്പലണ്ടി തന്നെ എടുത്തത്. കപ്പലണ്ടി ഇതാ നെയ്യെ കിടന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് പായസത്തിൽ ഒഴിച്ചു കൊടുക്കാം. പായസം റെഡിയായി ചേട്ടാ. അങ്ങനെ പായസം വെച്ച് വന്നപ്പോഴാണ് ചേട്ടൻ സർപ്രൈസ് ഗിഫ്റ്റുമായിട്ട് എത്തിയത് ചേട്ടാ. അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുവാണേ. ഇതാ നമ്മുടെ സർപ്രൈസ് ഗിഫ്റ്റ് ഇവിടെ നടയിൽ കൊണ്ടുവച്ചിരിക്കുകയാണ് ചേട്ടാ. മോളൂട്ടിയാണെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്തിനാണെന്ന് ഇതാ നമ്മൾ കാണാൻ പോവുകയാണ്. ഇതാ ഒരു കൂളറാണ് ചേട്ടാ ചേട്ടായി വാങ്ങിച്ചുകൊണ്ട് വന്നത്. ഉണ്ടായിരുന്ന കൂളറാണെങ്കിൽ ചീത്തയായി പോയി ചേട്ടാ. ചൂട് കാരണം കൂളറില്ലാതെ കിടക്കാനേ പറ്റണില്ലേ. മോളൂട്ടിക്ക് അസുഖങ്ങളൊക്കെ വരണം. അതുകൊണ്ടാണ് പുതിയ കൂളർ വാങ്ങിച്ചത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ മറക്കരുതേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.